മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ബാലചന്ദ്രൻ അലീനയുമായി വീട്ടിലേക്ക് തിരികെ എത്തിയത് വൈജയന്തിയുടെ ഉള്ളിൽ അണയാത്ത കനലുകൾ കോരിയിട്ടിരുന്നു. തന്റെ വാശിക്കും ഈഗോക്കും മുകളിൽ ബാലചന്ദ്രൻ അലീനയെ സംരക്ഷിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് കയറി വന്നത് അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. കോപം കൊണ്ട് വിറക്കുന്ന കൈകളോടെ അവൾ രാജീവനെ ഫോണെടുത്ത് വിളിച്ചു. ബാലചന്ദ്രൻ കാണിച്ച ധിക്കാരത്തെക്കുറിച്ചും അലീനയെ വീണ്ടും വീട്ടിലേക്ക് കയറ്റിയതിനെക്കുറിച്ചും അവൾ അനിയനോട് പരാതിപ്പെട്ടു. എന്നാൽ മറുതലക്കൽ രാജീവന്റെ സ്വരം അവൾ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല. നീ തൽക്കാലം അലീനയോടൊന്നും പറയാൻ നിൽക്കേണ്ട വൈജയന്തി, രാജീവൻ ശാന്തമായി പറഞ്ഞു. എന്നാലും ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എനിക്ക് ബാലചന്ദ്രനെ ഒന്ന് കാണണം. എന്തിനാണ് അയാൾ അലീനയെ ഇത്രമാത്രം കെയർ ചെയ്യുന്നത് എന്ന് എനിക്ക് നേരിട്ട് ചോദിച്ചറിയണം. വൈജയന്തിക്ക് അത് കേട്ട് ദേഷ്യം അടക്കാനായില്ല. ഏട്ടനിനി എന്ത് ചോദിക്കാനാ, എല്ലാം കണ്ടതല്ലേ. അവളുടെ പുറകെ അയാൾ കാറും കൊണ്ടുപോയതും അവൾക്ക് വേണ്ടിയിട്ട് എന്നോട് വാശി കാണിച്ചതും എല്ലാം അയാൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു. ഞാൻ തോറ്റു രാജീവേട്ടാ. ബാലചന്ദ്രന്റെ മുന്നിലല്ല, ആ അലീനയുടെ മുന്നിൽ. രാജീവൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചില്ല. ഞാൻ വരുന്നുണ്ട്, എനിക്ക് ചില സംശയങ്ങളൊക്കെ തീർക്കാനുണ്ട്. അവർ തമ്മിൽ തെറ്റായ ബന്ധമൊന്നുമില്ലെന്ന് എനിക്കുറപ്പാണ്. പക്ഷേ പിന്നെ എന്തിൻ്റെ പേരിലാണ് ഇത്രയും കരുതലെന്ന് എനിക്കറിയണം. ഫോൺ കട്ട് ചെയ്യുമ്പോൾ വൈജയന്തിയുടെ മനസ്സ് അശാന്തമായിരുന്നു. അലീനയുടെ മുഖം ഇനി വീട്ടിൽ കാണേണ്ടി വരുമെന്ന ചിന്തകളോടെ അവൾ തലപെരിപ്പിച്ചു. സമയം കടന്നുപോയി. രാജീവൻ വൈജയന്തിയുടെ വീട്ടിലേക്കെത്തി. മുറ്റത്ത് കാർ പാർക്ക് ചെയ്ത് ഇറങ്ങുമ്പോൾ തന്നെ വൈജയന്തി ഓഫീസിലേക്ക് പോവാൻ വേണ്ടി ഇറങ്ങുകയായിരുന്നു. നീ ബാങ്കിൽ പോവാൻ നിൽക്കുവാണോ? രാജീവൻ ചോദിച്ചു. അതെ ഏട്ടാ, സമയം ഒത്തിരി വൈകി. ഇപ്പോൾ ഫുഡുണ്ടാക്കുന്നതൊക്കെ ഞാനല്ലേ. അമ്മയുടെ കാര്യം ബാലചന്ദ്രന്റെ കാര്യമൊക്കെ നോക്കാൻ അവളില്ലേ. പുച്ഛത്തോടെ മുകളിലേക്ക് നോക്കിക്കൊണ്ടതിന് വൈജയന്തി പറഞ്ഞു. എനിക്കുള്ളതൊക്കെ ഞാനുണ്ടാക്കും, പിള്ളേർക്കുള്ളതും ഞാനുണ്ടാക്കും. ഞാനിറങ്ങട്ടെ. ബാലചന്ദ്രൻ മുകളിലുണ്ടോ? പിന്നല്ലാതെ എങ്ങോട്ട് പോവാൻ. അവളുമുണ്ട് അവിടെ. മുകളിലേക്ക് അങ്ങ് കയറിക്കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് രണ്ടാളും കൂടി ഇറങ്ങുള്ളൂ. അത്രയും സമയം അവിടെ എന്ത് ചെയ്യുവാണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഏട്ടൻ പോയിട്ട് അവരെ ഒന്ന് കാണ്. എന്നിട്ട് വായിലിരിക്കുന്നത് മൊത്തം കേട്ടിട്ട് വായോ. ഇത്രയും പറഞ്ഞ് പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചതിന് ശേഷം വൈജയന്തി കാറെടുത്ത് അവിടെ നിന്നും പോയി. രാജീവൻ നേരെ പോയത് ആദ്യം അമ്മയുടെ അടുത്തേക്കാണ്. മുത്തശ്ശി അവനെ കണ്ടതോടെ ചോദിച്ചു. നീ വീണ്ടും വന്നോ? വൈജയന്തി പോയോ? എൻ്റെ അമ്മേ, ബാലചന്ദ്രനെ കാണാൻ വേണ്ടി വന്നതാ ഞാൻ. എനിക്കേതായാലും അയാളോടൊന്ന് സംസാരിക്കണം. മുത്തശ്ശി അവനെ വിലക്കാൻ ശ്രമിച്ചു. വേണ്ട മോനെ, ഇല്ലെങ്കിൽ തന്നെ വൈജയന്തി കലിതുള്ളി നിൽക്കുവാണ്. ഇനി നീ ആയിട്ട് വെറുതെ ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കാനൊന്നും നിൽക്കണ്ട. മോന് വെറുതെ പ്രശ്നമുണ്ടാക്കാതെ ഇവിടെ നിന്നും പോവാൻ നോക്ക്. മുത്തശ്ശി അങ്ങനെ പറഞ്ഞെങ്കിലും പക്ഷേ രാജീവൻ ഉറച്ച തീരുമാനത്തിലായിരുന്നു. പറ്റില്ലമ്മേ, എനിക്ക് സംസാരിച്ചേ പറ്റൂ. അവൻ മുകളിലേക്ക് നടന്നു. സ്റ്റെപ്പ് കയറി വരുന്ന രാജീവനെ കണ്ടതും അലീനയുടെ ഉള്ളൊന്ന് കാളി. വാതിൽ തുറന്ന് പുറത്തേക്ക് വരികയായിരുന്ന അവൾ ഭയന്ന് വിറച്ചു നിന്നു. രാജീവൻ തന്നെ വീണ്ടും ഈ വീട്ടിൽ നിന്നും ആട്ടിയിറക്കാൻ വന്നതാണെന്ന് അവൾ ഭയന്നു. പക്ഷേ രാജീവൻ അവളെ നോക്കിയത് വെറുപ്പോടെ ആയിരുന്നില്ല, മറിച്ച് നിഗൂഢമായ നോട്ടമായിരുന്നു അത്. ബാലചന്ദ്രൻ മുറിയിലുണ്ടോ? രാജീവൻ ചോദിച്ചു. ഇപ്പോൾ കുളിക്കാനായി കയറിയതേ ഉള്ളൂ. വിറക്കുന്ന ശബ്ദത്തിൽ അലീന മറുപടി നൽകി. അവളോട് കൂടുതലൊന്നും ചോദിക്കാതെ രാജീവൻ ബാലചന്ദ്രന്റെ മുറിയിലേക്ക് നടന്നു. അലീന എന്ത് ചെയ്യണമെന്നറിയാതെ ഭയത്തോടെ താഴേക്ക് അടുക്കള ഭാഗത്തേക്ക് വലിഞ്ഞു. ബാലചന്ദ്രനും രാജീവനും തമ്മിലുള്ള വഴക്കുണ്ടാകുമോ എന്നായിരുന്നു അവളുടെ പേടി. മുറിയിലെത്തിയ രാജീവൻ ചുറ്റും നോക്കിയൊന്ന് കണ്ണോടിച്ചു. ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കാം. അവന്റെ കണ്ണുകൾ ചെന്നെത്തുന്നത് മേശപ്പുറത്തിരുന്ന അലീനയുടെ ഫോണിലേക്കാണ്. എന്തോ ഒരു ഉൾപ്രേരണയാൽ അവൾ ആ ഫോണെടുത്ത് കയ്യിലെടുത്തു. അതിൽ കണ്ടിരുന്ന കോൾ റെക്കോർഡിങ്സ് അവൻ ഓരോന്നോരോന്നായി തപ്പി തുടങ്ങി. രേവതിക്കുട്ടി അയച്ച വോയിസ് മെസ്സേജുകളും കോൾ റെക്കോർഡുകളുമായിരുന്നു അത്. ആ ഫോണിൽ നിന്നും ഉയർന്നു വന്ന ഓരോ വാക്കുകളും രാജീവന്റെ ഹൃദയത്തിൽ ഇടിമിന്നൽ പോലെയാണ് പതിച്ചത്. രേവതിക്കുട്ടിയുടെ ശബ്ദമെല്ലാം തന്നെ വ്യക്തമായിരുന്നു. ചേച്ചിക്ക് അത് ബാലചന്ദ്രൻ സാറിനോട് പറയാമായിരുന്നില്ലേ? വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ പ്രസവിച്ച ഉടനെ തന്നെ ഉപേക്ഷിച്ച ചോര കുഞ്ഞാണ് ഞാൻ എന്ന സത്യം സ്വന്തം അമ്മയെ കാണാനാണ് വന്നതെന്ന് നിങ്ങൾക്കങ്ങ് പറയാമായിരുന്നില്ലേ എന്ന് രേവതിക്കുട്ടി ചോദിക്കുന്ന വാക്കെല്ലാം തന്നെ രാജീവൻ കേട്ടു. രാജീവൻ കേട്ടത് വിശ്വസിക്കാനാവാതെ തരിച്ചു നിന്നു. അവൻ്റെ കൈകൾ വിറച്ചു. 22 വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ അനിയത്തി വൈജയന്തി പ്രസവിച്ച് ഉപേക്ഷിച്ച ആ പെൺകുട്ടി അത് മറ്റാരുമല്ല, അതെ അലീന തന്നെയായിരുന്നു. താൻ ഈ വീട്ടിൽ നിന്നും ആട്ടിയിറക്കാൻ ശ്രമിച്ച വൈജയന്തി ഇത്രമാത്രം വെറുക്കുന്ന അലീന സ്വന്തം കൂടപ്പിറപ്പിന്റെ ചോരയാണെന്ന് ആ നിമിഷം രാജീവൻ തിരിച്ചറിഞ്ഞു. വല്ലാത്തൊരു കുറ്റബോധം തോന്നി. ബാലചന്ദ്രൻ എന്തിനാണ് അലീനയെ ഇത്രയധികം സംരക്ഷിച്ചതെന്ന് അവന് ബോധ്യമായി. സ്വന്തം മകളാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ബാലചന്ദ്രൻ വൈജയന്തിയുടെ ക്രൂരതകളിൽ നിന്നും അവളെ കാത്തുപോകുന്നത്. താനും തൻ്റെ കുടുംബവും ചെയ്ത് എത്ര വലിയ പാപമാണെന്നോർത്ത് രാജീവൻ തലകുനിച്ചുപോയി. ബാത്റൂമിന്റെ വാതിൽ തുറന്ന് ബാലചന്ദ്രൻ പുറത്തേക്കിറങ്ങി. മുറിയിൽ നിൽക്കുന്ന രാജീവനെയും അവൻ്റെ കയ്യിലിരിക്കുന്ന ഫോണും രാജീവന്റെ മുഖത്തെ ഭാവമാറ്റങ്ങളെല്ലാം കണ്ടപ്പോൾ ബാലചന്ദ്രന് കാര്യം പെട്ടെന്ന് തന്നെ പിടികിട്ടി. രാജീവൻ സത്യം അറിഞ്ഞിരിക്കുന്നു. രാജീവന് ബാലചന്ദ്രന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ധൈര്യമുണ്ടായിരുന്നില്ല.
രാജീവ, എൻ്റെ മുഖത്ത് നോക്ക്, ബാലചന്ദ്രൻ ശാന്തമായി പറഞ്ഞു. നീ ആ ഫോണിൽ എന്തെങ്കിലും കേട്ടിരുന്നോ? ഞാൻ എല്ലാം കേട്ടു, ഇടറുന്ന ശബ്ദത്തിൽ രാജീവൻ പറഞ്ഞു. അലീന. ബാലചന്ദ്രൻ അവിടെ തന്നെ തടഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു. ഒന്നും അറിയാത്തവൻ ഞാൻ മാത്രമായിരുന്നു. എല്ലാവരും കൂടി ചേർന്ന് എന്നെ ചതിച്ചു. നിങ്ങളെല്ലാവരും അതിന് കൂട്ടുനിന്നു. നീ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ ബാലചന്ദ്ര? വിശ്വസിക്കാതിരിക്കാൻ എനിക്കാവില്ലല്ലോ രാജീവേ. എൻ്റെ ഏട്ടൻ എന്നോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു. ആഗ്രയിൽ വെച്ച് സ്റ്റാൻലി എന്ന് പറയുന്ന ഒരുത്തനുമായി വൈജയന്തി പ്രണയത്തിലായതും അവൾ ഗർഭിണിയായതും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയതും എല്ലാം സത്യമാണെന്ന് നിന്റെ ഏട്ടൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഏട്ടനും നീയും എന്നോട് കള്ളം പറയുന്നു. രാജീവനെ പിടിച്ചു നിൽക്കാനായില്ല. അവൻ ബാലചന്ദ്രൻ്റെ കാലിലേക്ക് വീണു. ക്ഷമിക്കണം ബാലചന്ദ്ര, എന്നോട് ക്ഷമിക്കണം. വൈജയന്തിയെ നീ ഒരിക്കലും ഉപേക്ഷിക്കരുത്. അവൾക്കറിയാതെ പറ്റിപ്പോയൊരു അബദ്ധമാണ്. ബാലചന്ദ്രൻ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അബദ്ധം പറ്റിയത് അവൾക്കല്ല, ശരിക്കും എനിക്കാണ് അബദ്ധം പറ്റിയത്. എൻ്റെ കുടുംബം, എൻ്റെ കുട്ടികൾ, എൻ്റെ ജീവിതം എല്ലാം നശിച്ചു. ഇനി ഒരിക്കലും വൈജയന്തിയെ ഭാര്യയായി കാണാൻ എനിക്കാവില്ല. അലീന വൈജയന്തിയുടെ മോളാണല്ലേ? രാജീവൻ ചോദിച്ചു. അതെ, പക്ഷേ ഇപ്പോൾ അലീന എൻ്റെ മകളാണ്, എൻ്റെ സ്വന്തം മകള്. വൈജയന്തിയുടെ ആരുമല്ല അവള്. അവൾ പ്രസവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അലീന എൻ്റെ മകളായി എൻ്റെ കൂടെ ജീവിക്കും. എല്ലാ അധികാരത്തോടെയും കൂടി അവൾ ഈ വീട്ടിൽ, അവൾ എൻ്റെ മകളുടെ സ്ഥാനം ഞാൻ അവൾക്ക് കൊടുക്കും. ബാലചന്ദ്രൻ്റെ വാക്കുകളിൽ ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ ഓഫീസിലേക്ക് പോയ വൈജയന്തി പാതി വഴിയിൽ യാത്ര അവസാനിപ്പിച്ച് തിരികെ വന്നിരിക്കുന്നു. ബാങ്കിലെ ഒരു ഫയൽ എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞാണ് അവൾ വീട്ടിലേക്ക് കയറിയത്. എന്നാൽ യഥാർത്ഥത്തിൽ രാജീവനും ബാലചന്ദ്രനും തമ്മിൽ എന്താണ് സംസാരിക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയോടെയായിരുന്നു അവൾ അങ്ങോട്ടേക്ക് തിരികെ എത്തിയത്. മുത്തശ്ശിയോട് ചോദിച്ച് അവൾ മുകളിലേക്ക് ബാലചന്ദ്രന്റെ മുറി ലക്ഷ്യമാക്കി നടന്നു. മുറിക്കുള്ളിൽ രാജീവൻ ബാലചന്ദ്രന്റെ കൈ പിടിച്ച് അപേക്ഷിക്കുകയായിരുന്നു. ബാലചന്ദ്ര, ഞാൻ നിന്റെ കാല് പിടിക്കാം. ഒരിക്കലും വൈജയന്തി ഈ സത്യം അറിയരുത്. അലീന വൈജയന്തിയുടെ സ്വന്തം മകളാണെന്ന് ഒരിക്കലും അവൾ അറിയാൻ പാടില്ല. 22 വർഷങ്ങൾക്ക് മുൻപ് അവൾ പ്രസവിച്ച് അനാഥാലയത്തിലാക്കിയ ആ കുഞ്ഞാണ് ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത് എന്നെങ്ങാനും അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ, സ്വന്തം ചോരയാണ് താൻ ഇത്രയും നാൾ ദ്രോഹിച്ചത് എന്നെങ്ങാനും അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ആകെ തകർന്നു പോവും. എന്നാൽ രാജീവൻ ബാലചന്ദ്രനോട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വാതിലിന് പുറത്തുനിന്ന് ഇതെല്ലാം തന്നെ കേട്ട വൈജയന്തിയുടെ ഉള്ളൊന്ന് ഇടുത്തി വീണതുപോലെ തോന്നി. താൻ വെറുത്ത, താൻ ഇത്രകാലം ദ്രോഹിച്ച ആ പെൺകുട്ടി അലീന, അത് തൻ്റെ സ്വന്തം മകളാണ് എന്ന സത്യം വൈജയന്തി തിരിച്ചറിയുന്നു. സത്യം മനസ്സിലാക്കിയതിനു ശേഷം ഭൂമി പിളർന്നങ്ങ് താഴേക്ക് പോയെങ്കിൽ എന്ന് പോലും അവൾ ആഗ്രഹിച്ചു പോയി. ഉള്ളിൽ വലിയൊരു പാറക്കഷ്ണം വീണ ഭാരം. ബാലചന്ദ്രൻ രാജീവനെ നോക്കുമ്പോൾ രാജീവന്റെ പിന്നിലായി വാതിലിന് മറവിൽ നിൽക്കുന്ന വൈജയന്തിയെ കണ്ടു. ബാലചന്ദ്രന്റെ നോട്ടം കണ്ട് രാജീവനും തിരിഞ്ഞു നോക്കി. താൻ പറയുന്നത് വൈജയന്തി കേട്ടു എന്ന് രാജീവന് മനസ്സിലായി. ബാലചന്ദ്രനും രാജീവനും അവളെ തന്നെ നോക്കി നിന്നു. സത്യത്തിൽ മുഖത്തേക്ക് നോക്കാൻ പോലും കെൽപ്പില്ലാതെ കുറ്റബോധം കൊണ്ട് നീറി പുകഞ്ഞ് ആകെ സങ്കടപ്പെട്ട് കരയുന്ന വൈജയന്തിയാണ് അവർ രണ്ടുപേരും കണ്ടത്. സത്യമെല്ലാം ബാലചന്ദ്രൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. തൻ്റെ പൂർവ്വകാലമെല്ലാം തന്നെ ബാലചന്ദ്രൻ ചികഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തനിക്കിനി ഒരിക്കലും ബാലചന്ദ്രനെ ഫേസ് ചെയ്യാൻ കഴിയില്ലല്ലോ, മുഖത്തേക്ക് പോലും നോക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആകെ സങ്കടപ്പെട്ട് ബാലചന്ദ്രനെ ഫേസ് ചെയ്യാൻ പോലും മടിച്ചുകൊണ്ട് തന്നെ വൈജയന്തി പെട്ടെന്ന് അവിടെ നിന്നും ഓടിപ്പോകുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഇനി വരാൻ പോകുന്നത് നല്ല ത്രില്ലിംഗ് സൂപ്പർ എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.